ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സയൻസ് മാറ്റർ അല്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്റെ പേഴ്സന്റെ സൈൻ നോക്കിയിട്ട് വേണം റീഡിങ്സ്. നോ, അതിന്റെ ആവശ്യമില്ല. സയൻസ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജീസ് ആണ് എല്ലാം. നിങ്ങൾ എനർജീസ് ആണ്, ഞാൻ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൺ എനർജീസ് ആണ്, യൂണിവേഴ്സ് എനർജിയാണ്. ഓക്കെ, അതിൽ നമ്മൾ സയൻസ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എനർജീസ് റെസനേറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നുള്ളത് 3 to 6 month ആണ് കേട്ടോ. 3 to 6 month ആ ഒരു ടൈമിൽ നിങ്ങൾ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ 1 yearന് മുകളിലേക്ക് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ 2 year ആണ്, 3 year ആണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസിന് ഒരിക്കലും ഈ ഒരു റീഡിങ് അക്യുറേറ്റ് ആവത്തില്ല. അതേസമയം നിങ്ങൾ ഒരു 1 year ആ ഒരു ടൈം ഒക്കെ വരെ നിങ്ങൾ സെപ്പറേഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോ കോണ്ടാക്ട് എനർജീസ് റെസനേറ്റ് ആവും. വളരെ റെയർ ആയിട്ട് മാത്രമായിരിക്കും നമുക്കൊരു എന്താ പറയാ, അത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാൾ നിങ്ങളെ ഓർത്തിരിക്കണം, ഓർമ്മയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്രയും ലോങ് ആയിട്ട് ഒരു സെപ്പറേഷൻ പോകത്തില്ല. ഉപേക്ഷിച്ച് പോയിട്ടുള്ള വ്യക്തികളാണ് 1 year 2 yearനൊക്കെ മുകളിൽ പോകുന്നുള്ളത് സെപ്പറേഷനിൽ. സോ അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് റീഡിങ് ചെയ്ത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്ത് കളയാതെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നത്? ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഓക്കെ, 4 of കപ്സിന്റെ എനർജീസ് ആണ് എഗെയിൻ നമുക്കിവിടെ വന്നിട്ടുള്ളത്. ദി ചാരിയേറ്റ്, Queen of Coins, the Hermit, Knight of Coins. Okay, 4 of Swords, 10 of Swords, please find me universe, 9 of Swords. ഓ, ഇതെന്താ ഇത്രയും ഡൗൺ ആയിട്ടുള്ള എനർജീസ് ആണല്ലോ ഇത്. നൈറ്റ് ഓഫ് സോഴ്സ്, ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസ് വളരെ സ്ട്രോങ് ആണ് കേട്ടോ, എയർ സൈൻ. ദെൻ കിങ് ഓഫ് സോഴ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ദ എംപറർ. എംപററിന്റെ എനർജീസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമുക്ക് സയൻസ് നോക്കാം. കൂടുതലായിട്ടും ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഡെയിലി റീഡിങ്സ് കാണുന്നവരാണ്. എയർ സൈൻ ആക്റ്റീവ് ആണ്, ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസ്. അതുപോലെ തന്നെ ലിറ്റിൽ ബിറ്റ് എർത്ത് സൈൻ ആക്റ്റീവ് ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വളരെ കുറച്ച് മാത്രം വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ് എനർജീസ്. ഓക്കെ, നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുള്ള ഒരു മട്ട് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ആയിരിക്കുന്ന ഒരു റീസൺ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കണക്ഷൻ, നമ്മൾ പറയില്ലേ ചില കണക്ഷൻസ് ഒക്കെ നാച്ചുറൽ ആയിട്ട് എൻഡ് ആയി പോകുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു കണക്ഷൻ നാച്ചുറൽ ആയിട്ട് എൻഡ് ചെയ്ത് പോയതല്ല, ഇത് എൻഡ് ചെയ്യിപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കണക്ഷനെ എൻഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിട്ട് ഈ ഒരു കണക്ഷൻ ഇട്ടിട്ട് പോയതായിരിക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു കണക്ഷൻ ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഒരു മൂവ് ഓൺ ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എല്ലാ കാർഡ്സിനെയും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ആൻഡ് വൈ ഹിയർ ഈസ് ദി ചാരിയേറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയേറ്റ് വന്നിട്ടുള്ളത്? ഫൈറ്റിംഗ്. ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യേണ്ട ടൈമിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധത്തെ ഒരു മുജ്ജന്മ ബന്ധമായിട്ട് കണ്ടിട്ടുണ്ടാവാം. എനിക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഒരു മുജ്ജന്മ ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കണക്ഷനിൽ ആദ്യമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്ത ഒരു എനർജിയിലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വ്യക്തിക്കും അറിയാം ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുള്ളത്. ഈ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടില്ല. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആവില്ലായിരുന്നല്ലോ.
ഇവര് പലപ്പോഴും എന്താ ഈ ഒരു കണക്ഷനെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇറ്റ് മീൻസ് പലപ്പോഴും ഇവരുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, ഇവർക്കുള്ള ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ഇമോഷൻസിനെ കഴിഞ്ഞ് കൂടുതൽ മൈൻഡിനെ യൂസ് ചെയ്യുക, മൈൻഡ് ഗെയിംസ് കളിക്കുക, പ്ലെയർ എനർജിയിൽ നിൽക്കുക, ആ ഒരു എനർജീസ്. ഓക്കെ, ഈ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? ഞാൻ കോണ്ടാക്ട് ചെയ്യണോ വേണോ വേണ്ടയോ, ഈക്വൽ ഗിവൻടേക്ക് ചെയ്യണോ, ഒരു ആക്ഷൻ എടുക്കണോ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്നൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒത്തിരി അധികം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് പറയുന്നു കോണ്ടാക്ട് ചെയ്യണം എന്ന്, പക്ഷെ ഇയാളുടെ മൈൻഡ് പറയുന്നത് വേണ്ട, ഞാൻ കോണ്ടാക്ട് ചെയ്യണ്ട, എന്റെ ഈഗോയും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇല്ലാണ്ടായി പോകും. നമ്മളിപ്പോ ഇയാളുടെ ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ ഒരാളെ കോണ്ടാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇയാൾ ഒരാളെ നിങ്ങളിപ്പോ ഈ ഒരു വ്യക്തി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സെൽഫ് റെസ്പെക്ട് എന്നുള്ള ഒരു എനർജി, നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഇല്ലാതായിപ്പോ, അല്ലെ ഇവർ താഴ്ന്നു പോകും നിങ്ങളുടെ മുന്നിൽ എന്നുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. Why here is Four of Cups divine, please guide me universe, trust and let it. രണ്ട് കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്, നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കണക്ഷനിൽ എത്ര ടൈം നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ അത്രയും കാലം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വളരെ ജെനുവിൻ ആയിട്ട് ലോയൽ ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നസെൻസ് അത് ഈ ഒരു വ്യക്തിയെ, ഇവർക്ക് എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ ആളുകളെ ഇവർ ലോകം മുഴുവൻ ഇത്രയൊക്കെ ആളുകളെ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ ഓപ്ഷൻസിന്റെ പുറകെ ഇവർ പോയെന്ന് പറഞ്ഞാലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിക്കോട്ടെ, ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, എത്രയൊക്കെ സിറ്റുവേഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തു, ആരുടെയൊക്കെ കൂടെ പോയി ഡേറ്റ് ചെയ്തു, ഫ്ലേർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളെ പോലെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും സെൽഫ്ലെസ് ആയിട്ടാണ് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത്. ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ നിങ്ങളൊരു നമ്മളിപ്പം ഒരു കണക്ഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ഈ ഒരു കണക്ഷനിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ഒത്തിരി അധികം ഹെൽപ്പ് ഈ ഒരു വ്യക്തിക്ക് ചെയ്തിട്ടുണ്ട്, ഇവരെ ഒത്തിരി അധികം പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഒത്തിരി അധികം നിങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒട്ടും ഒരു പിശുക്ക് പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹത്തിന്. നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പം ഇതുപോലൊരു സ്നേഹം, അല്ലെ ഇതുപോലൊരു ലവ്, ഒരു കെയർ, ഇത് ശരിക്കും പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. പക്ഷെ ശരിക്കും പറയില്ലേ, നമുക്ക് പല കാര്യങ്ങളും ഇവര് പലപ്പോഴും കണക്ഷനിൽ നിന്നിട്ടുള്ളത് കൈയിൽ നനയാതെ മീൻ പിടിക്കാന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിൽ ഇവർ ഇവിടെ നിന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഇവരുടെ തല താഴാനും പാടില്ല, നിങ്ങൾ ഇവരുടെ പുറകെ ബെഗ് ചെയ്ത് നടക്കുകയും വേണം. നിങ്ങൾ ഒരിക്കലും ഇവരെ ഇട്ടിട്ട് പോകാനും പാടില്ല എന്നുള്ള ഒരു എനർജീസിലാണ് നിന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ പോകുന്നുണ്ട്, മൂവ് ഓൺ ചെയ്യുകയാണെന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ പെട്ടെന്ന് ഇവർ ഓടി വന്ന് ഒരു എഫോർട്ട് എടുക്കുന്നുണ്ടാവും. അല്ലാത്ത ടൈമിൽ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, എഫോർട്ട് ഇല്ലാത്തൊരു എനർജീസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. എപ്പോഴും ഇവർ നിങ്ങളുടേതായിട്ടുള്ള ലവും കെയറും ഒക്കെ തന്നെ ഇവർ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ച് റിട്ടേൺ തരാനായിട്ടുള്ള യാതൊരു മനസ്സും ഈ ഒരു വ്യക്തിക്കില്ല. ഇത് മിക്കതും ഈ ഒരു റീഡിങ്ങിൽ പോകുന്നുള്ളത് സിറ്റുവേഷൻഷിപ്പാണ് കേട്ടോ. ഒരു സിറ്റുവേഷൻഷിപ്പിലൂടെ ആയിരിക്കാം മേ ബി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മിനിറ്റ്, സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള ഈക്വൽ ഗിവൻ, ആദ്യമൊക്കെ ഈക്വൽ ഗിവൻ ടേക്ക് ഉണ്ടാവാം, പക്ഷെ പിന്നീട് ആ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് എന്നുള്ള ഒരു എനർജി ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് അവരുടേതായിട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാവാം. ഇതിനൊക്കെ ആയിരിക്കും ഇവർ ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യുന്നത് ഫോർ ദെയർ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. അതല്ലാതെ അവർ ഒരിക്കലും ജെനുവിൻ ആയിട്ട് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടാവില്ല. ഇത് സിറ്റുവേഷൻഷിപ്പ് ആണ്. അവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല, സ്റ്റെബിലിറ്റി ഇല്ല, ഒരു തരത്തിലുള്ള പ്രോമിസസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് തോന്നുമ്പോൾ വരുന്നു, അവർ തോന്നുമ്പോൾ പോകുന്നു എന്നുള്ള ഒരു എനർജീസിലാണ് ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിന്നിട്ടുള്ളത്. Why here is Hermit, please guide me universe, the flowering. ഈ ഒരു വ്യക്തി എപ്പോഴും ഒരു റിസീവിംഗ് മോഡിലാണ് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത്. എല്ലാം നിങ്ങൾ കൊടുക്കുന്ന എല്ലാം സ്വീകരിക്കുക, നിങ്ങൾക്ക് തിരിച്ചൊന്നും തരാതിരിക്കുന്ന ഒരു എനർജി. പക്ഷെ ഈ ഒരു ടൈമിൽ ഇവര് ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ചേഞ്ച് വേണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവും, എങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും, പഴയതുപോലെ നിങ്ങൾ എങ്ങനെ ഈ ഒരു കണക്ഷനിലേക്ക് റിട്ടേൺ വരുമോ, നിങ്ങൾ ഇവരെ സ്വീകരിക്കുമോ എന്നുള്ള രീതിക്കുള്ള ഒരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. കാരണം നിങ്ങളിപ്പോ പ്യൂർ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ്.
നിങ്ങൾ ഓൾറെഡി ക്യൂൺ ഓഫ് പെന്റിക്കിൾ ആണ്. പക്ഷെ ക്യൂൺ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി എന്താണ്? ക്യൂൺ ഓഫ് പെന്റിക്കിൾസ് എപ്പോഴും ഡൗൺ ടു എർത്ത് എനർജിയാണ്. അവർക്കറിയാം എവിടെ എങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ളത്. സ്നേഹിക്കുന്ന ഒരാളുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ അവർ 110% കൊടുക്കും. എത്ര വേണേലും താഴും ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. എത്ര സെൽഫ് റെസ്പെക്ട് ഒന്നും വാല്യൂ ഒന്നും നോക്കത്തില്ല. അവരതിന് 110% ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ അതേസമയം അവിടെ ആ ഒരു വ്യക്തി ഗോസ്റ്റ് ചെയ്ത് പോയി, ചതിച്ചിട്ട് പോയി എന്നുള്ള ഒരു എനർജി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ വരുമ്പോഴേക്കും എന്താണ് ആ ഒരു ഏത് എനർജിയിൽ ഇവർക്ക് ഓൾറെഡി നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നന്നായിട്ട് അറിയാം. എപ്പോഴും നിങ്ങളിങ്ങനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുമല്ല ഈ ഒരു വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ ആണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യപ്പെടുവോ, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ള ഒരു എനർജി. കാരണം നിങ്ങളിലുള്ള ആ ഒരു ഇന്നസെൻസ്, ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു നിങ്ങളുള്ള ഇന്നസെൻസിന് ഈ ഒരു വ്യക്തി കൊന്നു കളഞ്ഞിട്ടുണ്ടാവാം. നമ്മളിപ്പം എത്രയും ഇന്നസെന്റ് ആണെങ്കിലും ജെനുവിൻ ആയിട്ട് ഇരുന്നെന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ നമ്മൾ എല്ലാം ഫേസ് ചെയ്ത് നമ്മൾ മടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളൊരു ക്യൂൺ ഓഫ് സോഴ്സിന്റെ എനർജിയിലേക്ക് വരുന്നത്. അതായത് നമ്മളൊരു കുറച്ച് സ്മാർട്ട് ആവുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസിലാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നുള്ളത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനിയും സ്ട്രഗിൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കണക്ഷനിൽ നിന്ന്. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ക്യൂൺ ഓഫ് കോയിൻസ് ഡിവൈൻ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾ എന്തായെങ്കിലും ഓക്കെ ഫൈൻ, ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത്, പക്ഷെ നിങ്ങൾ അത് കാണിക്കുന്നില്ല. വെരി ഗുഡ് എനർജി, ഈ ഒരു എനർജിയിൽ തന്നെ നിൽക്കണം. ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ കാലം പിടിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. നിങ്ങളിപ്പോ മൂവ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും നിങ്ങളുടെ ആ ഒരു എനർജി ഇവർക്ക് ഫീൽ ആവുന്നുള്ളത്. ഇപ്പം നിങ്ങൾ റിസീവിംഗ് മോഡിൽ നിൽക്കുകയാണ്. റിസീവിംഗ് മോഡ്സ് റെസിപ്റ്റിവിറ്റിയുടെ എനർജീസ് ആണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളും. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടാവാം, നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാവാം. നിങ്ങൾക്ക് ഒരു ഉൾവിളി ഉണ്ടെന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പല കാര്യങ്ങളും, സോള് നിങ്ങളോട് പല കാര്യങ്ങളും പറയുന്നുണ്ടാവാം. അപ്പം ആ ഒരു കാര്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത് ഈ ഒരു ടൈമിൽ. അല്ലാതെ നിങ്ങൾ ഒരിക്കലല്ല, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ആ ഒരു ഡിവൈൻ പവർ അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന രീതിക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാനായിട്ടൊന്നും നിങ്ങൾ പോകുന്നില്ല. ഈ ഒരു വ്യക്തി ഇപ്പോഴും ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കാണ്. ഇവർക്കുള്ള ഫീലിംഗ്സിനെ ഇമോഷൻസിനെ ഒക്കെ ഇത്രയും നാള് സപ്രസ് ചെയ്ത് വെച്ചു. ഇനി ഈ ഒരു വ്യക്തി ഇവർക്കുള്ള ഫീലിംഗ്സിനെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായിട്ട് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പം ഇനി ഇത്രയും നിങ്ങളുമായിട്ട് നിന്ന ടൈമിൽ ഇവർ ഒരിക്കലും ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഈ ഒരു വ്യക്തിക്കുള്ള. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യും, എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു ക്ലാരിറ്റി ഒന്നും ഈ ഒരു വ്യക്തിക്കില്ല. ഭയങ്കരമായിട്ടും സ്റ്റക്കാണ്. ഇവരുടെ മൈൻഡിൽ കുറെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. കുറെ തോട്ട്സുകൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരെയാണ്. ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യും, പോണോ വേണ്ടയോ എന്നുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് കോയിൻസിന്റെ എനർജിയിൽ നിൽക്കുന്നുള്ളത്. കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു, നമ്മളെ ഒത്തിരി അധികം ആ ഒരു എനർജി നിന്നിട്ട് വീണ്ടും തിരിച്ചു വരാനായിട്ട് നമ്മൾ പേടിക്കുന്നുണ്ടാവും. നല്ല രീതിക്ക് പേടിയുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഇപ്പം ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്കുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. മേ ബി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ ഇവിടെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പാർട്ടിസിപ്പേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളൊരു കൈ വെച്ചുകൊണ്ട് നിന്നിട്ട് ഈ ഒരു വ്യക്തി അവിടെ ഒരു പാർട്ടിസിപ്പേഷന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഓൾവേസ് ഇങ്ങനെ നിന്നിട്ടുണ്ടാവും, പക്ഷെ ഈ ഒരു വ്യക്തി അപ്പൊ തന്നെ ഇങ്ങനെ തന്നെ നിന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ടൈമിൽ അവര് നിങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു എനർജിയിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാർട്ടിസിപ്പേഷൻ, ഈ ഒരു എനർജിയിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. നേരത്തെ രണ്ടുപേരും കൈ ഇങ്ങനെ വെച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ലൈക്ക് നിങ്ങളൊരു റിസീവിംഗ് എനർജിയിൽ നിൽക്കുമ്പോൾ അയാളും റിസീവിംഗ് എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓൾറെഡി ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നുള്ളത്. ഓക്കെ, ഇവിടെ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. പക്ഷെ ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അധികം, ഞാൻ ഓൾറെഡി പറയാം, നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ ചേഞ്ചസിനെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം പേടിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്തതുപോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി അധികം വേർഡ്സുകളൊക്കെ ഉപയോഗിച്ച് ഇവർ നിങ്ങളെ ഒത്തിരി അധികം ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചു വരുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്താലോ, ഈ ഒരു വ്യക്തിയോട് റിവെഞ്ച് എടുത്താലോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. അതും ഒരു പേടിയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും സങ്കടം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ നിൽക്കുന്നതിന് ഈ ഒരു വ്യക്തി ബാക്കിലേക്ക് വലിയും. അതാ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. വരണം വരണം നൂറ് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഇവരെ ബാക്കിലേക്ക് വലിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഇൻസൾട്ട് ചെയ്ത് വിടും. കാരണം ഇൻസൾട്ട് ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ എത്ര വേണേലും ഇൻസൾട്ട് ചെയ്യാം, നിങ്ങളെ ഹേർട്ട് ചെയ്യാം, ബട്ട് ഈ ഒരു വ്യക്തിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ ആരും ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഇവരെ എപ്പോഴും നല്ല ഒരു ക്യൂൻ കിങ് എന്നുള്ള ഒരു എനർജിയിൽ ട്രീറ്റ് ചെയ്യണം. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നല്ല രീതിക്ക് ഡൗൺ ആണ്. ഇപ്പം ഈ നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പം മനസ്സായിക്കോട്ടെ സെപ്പറേഷൻ ആയിട്ട്, പക്ഷെ എന്നാലും ഈ ഒരു വ്യക്തിക്ക് നമ്മൾ എപ്പോഴും ഒരാളെ ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് നമ്മുടെ വേർത്ത് മനസ്സിലാവുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ലെറ്റ് ഗോ ചെയ്യുന്നു പറയുന്നുള്ളത്. അപ്പം ഈ ലെറ്റ് ഗോയുടെ എനർജീസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഇവർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. വളരെ സങ്കടം തോന്നുന്നുണ്ട് ഈ ഒരു കണക്ഷനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞതിൽ. എപ്പോഴും ഒരു റിസീവിംഗ് മോഡിൽ ഉള്ളത് കൊണ്ടും ഒക്കെ എപ്പോഴും ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യാത്തതിലൊക്കെ ഈ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഇവരുടെ ഈ ഒരു എനർജി, ഈ ഒരു റിസീവിംഗ് എനർജി, എപ്പോഴും ഒരു ഈക്വൽ ഗിവൻ ടേക്ക് എന്നുള്ള ഇല്ലാത്ത ആ ഒരു എനർജി, ടേക്കർ എന്നുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളെ ഇത്രയും ചേഞ്ച് ആക്കിയത്. നിങ്ങൾക്ക് ഒരു സ്നേഹം ഇല്ലാതാക്കില്ല, നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ ഡിസ്ട്രോയ് ചെയ്തതായിട്ടുള്ളത്. ആ ഒരു സങ്കടം ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട് ഇവിടെ. Here is Nine of Swords. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അല്ലെ ഒരു വ്യക്തി, ഒരു പേഴ്സൺ ഓൾറെഡി ഇവർ ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്, അങ്ങനെ കുറെ എനർജീസ് നമുക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. പ്രെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം ഈ ഒരു സിറ്റുവേഷൻസ് ചേഞ്ച് ആവാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവര് അതേസമയം ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഇവരുടെ മൈൻഡിലേക്ക് വരും. അവരെ ഏത് രീതിക്കാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്ത്, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്തത്, അവരെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത്, ആ ഒരു എനർജി ഉണ്ടല്ലോ. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ നല്ല രീതിക്കായിരിക്കും ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു എനർജി ഇവിടെ നന്നായിട്ട് കുത്തി നോവിക്കുന്നുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് ഇപ്പം ആ ഒരു സെയിം എനർജിയിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരുടെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമോ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമോ, എന്നെ വീണ്ടും പഴയതുപോലെ തന്നെ സ്നേഹിക്കുകയോ ഇല്ലയോ എന്നുള്ള രീതിക്ക്, എന്നെ ഇൻസൾട്ട് ചെയ്താലോ എന്നുള്ള ഒരു എനർജി, ആ ഒരു ഫിയർ ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ റീഡിങ്ങിലല്ല ഈ ഒരു എനർജിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവര് വിചാരിക്കുന്ന ദൈവമേ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു മൊറാലിറ്റി, എനിക്കൊരു ജസ്റ്റിസ് കിട്ടണേ എന്നുള്ള ഒരു എനർജിയാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം എന്റേതായിട്ടുള്ള ഫേവറിൽ നടക്കണം എന്നൊക്കെ ഒത്തിരി അധികം പ്രെയർ ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി. കാരണം അവനവൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ ഒത്തിരി അധികം ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. Knight of Swords. Here is Knight of Swords divine. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ നിങ്ങൾക്ക് തമ്മിലിടയ്ക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം നിങ്ങളെ ഈ ഒരു വ്യക്തി ഇട്ടിട്ട് പോയിട്ടുള്ളത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം, മേ ബി മാരിറ്റൽ റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി നെയിം ഫെയിം, ഇതൊക്കെ ഇഷ്യൂസ് കൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ എത്രയൊക്കെ സിറ്റുവേഷൻസ് ആയെങ്കിലും, എത്രയൊക്കെ ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനെ. ഇവിടെ ഷെയറിങ്ങിന്റെ എനർജീസ് പറയുന്നത് ലൗനെയാണ് പറയുന്നുള്ളത്, ഷെയർ ചെയ്യാനായിട്ട്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു എനർജിയാണ് എഗെയിൻ നമുക്കിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു ലവ് എഗെയിൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെയിം അളവിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. Here is King of Swords. The Master. വേണമെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ആക്ഷൻ എടുത്ത് വരാം, നിങ്ങളുടെ അടുത്ത് കണക്ട് ആവാം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു വ്യക്തി അത് ചെയ്യത്തില്ല. എന്താന്ന് വെച്ചാൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ ഇയാളുടേതായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പം എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ, ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കുറച്ച് പാടുപെടുന്നുണ്ടാവും. കാരണം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഓൾറെഡി. ഞാൻ അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിക്ടുമാണ്, ഞാനാണ് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഞാനാണ് ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു എനർജി, ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്ന ഒരാൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ ഭയങ്കര ഗിൽറ്റ് ഫീൽ ചെയ്യും.
ഞാനത് ചെയ്തിട്ട് ഇനി ചെല്ലുമ്പോഴേക്കും എന്താവും, അത് ചെല്ലുമ്പോൾ ഇനി എനിക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കും എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജീസ്, ആ ഒരു ഗിൽട്ട്, ആ ഒരു ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അല്ലാതെ ഇവർക്ക് ഈഗോ ആറ്റിറ്റ്യൂഡ് ആ ഒരു എനർജി അത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ശരിക്കും അവര് വരാതിരിക്കുന്നത്, ഇവർക്ക് റിയലൈസേഷനും ഉണ്ട് എന്താ നിങ്ങളോട് ചെയ്തതെന്ന്. ഇതൊക്കെ ഓർക്കുമ്പോ, നിങ്ങളോട് ചെയ്തതൊക്കെ വെച്ച് ഓർക്കുമ്പോ അത്രയ്ക്കും നീചമായിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങളോട് ചെയ്തത്, അത്രയും ക്രൂവൽ ആയിട്ടായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അപ്പം സോ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷൻസ്. അപ്പം അത് ശരിക്കും ഇവര് ആ ഒരു നിങ്ങളോട് ചെയ്തിട്ടുള്ള സെയിം കാര്യം നിങ്ങൾ ഇവരുടെ അടുത്ത് തിരിച്ചു ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട് ഇവർക്ക് നന്നായിട്ട്. അതുകൊണ്ടാണ് ഇവര് വരാതിരിക്കുന്നുള്ളത്. വരാനായിട്ടൊക്കെ പറ്റുന്നുണ്ടാവും, കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. അതിനൊന്നും ഒരു ഒബ്സ്റ്റിക്കിൾസും ചാലഞ്ചസും ഒന്നും തന്നെ ഇവരുടെ ലൈഫിൽ ഇല്ല, ഈ ഒരു മൊമെന്റിലില്ല. നേരത്തെ ഉണ്ടായിരിക്കാം, ഇപ്പോഴില്ല. ഓക്കെ. പക്ഷെ ഇത് ഇവരുടെ തോട്ട് പ്രോസസ് ആണ്, അതിന്റെ ഇഷ്യൂസ് ആണ്. ഇവര് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജീസ് ആണ് കൂടുതലായിട്ടും. സോ റിലേഷൻഷിപ്പിൽ ഒരിക്കലും നമ്മൾ സെൽഫ് റെസ്പെക്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെൽഫ് റെസ്പെക്ട് വേണം, പക്ഷെ നമുക്ക് അത് ആവശ്യമുള്ളിടത്താണ്. അപ്പൊ നമുക്ക് സെൽഫ് റെസ്പെക്റ്റും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരാൾ മാത്രം ഒരു കണക്ഷനും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ് ആവത്തില്ല. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാവണം എഫോർട്ട്. ആ ഒരു എഫോർട്ട് നേരത്തെ ഇല്ല, ഇപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങളും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ ഒരു വ്യക്തിയുടെ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഒരു റിസീവിംഗ് മോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓടി വന്നിട്ട് പഴയതുപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് ആവുന്നുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജിയിൽ തന്നെ നിന്നാൽ മതി. വീണ്ടും ഒന്നും ഇവരുടെ അടുത്തേക്ക് ചെല്ലണ്ട. ഇവർ ഈഗോ ആറ്റിറ്റ്യൂഡും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചുകൂടെ ഒന്ന് മാറി നിങ്ങളുടെ അടുത്തേക്ക് കൺഫ്യൂസ് ചെയ്ത് അവർ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ എല്ലാ കാർഡ്സിലും അവർ ഹാപ്പി അല്ല. നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഈ ഒരു വ്യക്തി വരും, ചേഞ്ചസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു റീഡിംഗ് കേട്ടിട്ട് ഓടിപ്പോയി മെസ്സേജ് അയക്കണ്ട, അയ്യോ എന്റെ പേഴ്സൺ അവിടെ വെയിറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി സെയിം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്ന ആളുകളെ ഇൻട്രസ്റ്റഡ് അല്ല. അവൈലബിൾ അല്ലാതിരിക്കുമ്പോഴാണ് കിട്ടാത്തൊരു സാധനത്തിന്റെ പുറകെ എല്ലാവരും ഓടുന്നത്. കിട്ടുന്ന വീട്ടിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ അതുപോലത്തെ ഒരു എനർജീസ് ആണ് ഇവിടെ. നിങ്ങളിവിടെ ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ് ഇവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്, അതർവൈസ് നോട്ട്. സോ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ ഇരിക്കുന്ന സെയിം എനർജിയിൽ തന്നെ ഇരിക്കുക. സോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദ ലൈക്ക് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.